നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള മറ്റൊരു കാര്യം പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടാണ്. അതെന്താ? റമദാനായി കഴിഞ്ഞാലാണ് പിന്നെ പാചക ബുക്ക് തുറക്കുക. എല്ലാ മാസികകളിലും ഉണ്ടാവും റംസാൻ വിഭവങ്ങൾ, സ്പെഷ്യൽ വിഭവങ്ങൾ. അങ്ങനെ ഓരോന്നിന്റെ വിഭവങ്ങൾ, പഴം അങ്ങനെ ആക്കിയത്, അത് ഒലർത്തിയത്, ഇത് പുഴുങ്ങിയത്, ഇത് മുട്ടമാല, ഇതിങ്ങനെ മറ്റേ അപ്പം, ഈ അപ്പം. ആ സമയം ഉണ്ടായ എല്ലാ മാസികകളിലും കുറെ ഡ്രസ്സൊക്കെ എടുത്ത് അർദ്ധനഗ്നകളായ കുറെ താത്താമാരുടെ പടത്തോടൊപ്പം അവരുണ്ടാക്കിയ വിഭവങ്ങളുടെ കളർഫുൾ ചിത്രം കിട്ട് വരും എല്ലാ പത്രങ്ങളും. എന്നിട്ട് നമ്മളെ താത്താമാരെന്ത് ചെയ്യുന്നറിയോ? കുടുംബനാഥനോട് പറയും, കണ്ടില്ലേങ്ങളെ ലിസ്റ്റ്, ഇതിന് ഓരോ പേര് പറയും. ഈ സാധു ഇന്ന് വരെ കേട്ടിട്ടുണ്ടാവില്ല ആ പേര്. കാരണം നമുക്കൊന്നും പരിചയമില്ലാത്ത കുറെ സാധനങ്ങളാ പറയാ. ചൈന ഗ്രാസ്. ഞാനത് ആദ്യം കേട്ടപ്പോ എനിക്ക് ഇതെന്ത് പുല്ലാന്ന് വിചാരിച്ചു. ഒരു ഗ്രാസ് എന്നല്ല പറയുന്നത്, ചൈന പുല്ലായിരിക്കും. അപ്പൊ എന്താ, അതുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതന്നെ വേണം. പുതിയ പുതിയ പേരുകളാ അതിലുണ്ടാവുക. എന്നിട്ട് അതിന്റെ ചേരുവകൾ ഇങ്ങനെ എഴുതി കൊടുക്കും. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെ തെണ്ടി നടക്കുകയാണ്. ഓരോ സ്ഥലങ്ങളും ഇതിങ്ങനെ വാങ്ങണം. പെണ്ണുങ്ങൾ ലുഹറായി കഴിഞ്ഞാൽ പിന്നെ പണി എന്താ? നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കണം. ഓരോ ടേസ്റ്റും നമ്മൾ പരീക്ഷിക്കണ മാസാണ് റമദാൻ. ഞാൻ എന്റെ സഹോദരിമാരോടും ആ സഹോദരിമാർക്ക് വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരായ പുരുഷന്മാരോടും പറയാണ്, നിങ്ങൾ ഒരിക്കലും നമ്മുടെ സഹോദരിമാരെ ഈ മാസത്തിൽ ആ രംഗത്തേക്ക് വിടരുത്. ഭക്ഷണവും വിവിധ ടേസ്റ്റിലുള്ള ടേസ്റ്റി ഫുഡുകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ. വേറെ മാസത്തിൽ മതി ആ പരീക്ഷണം. ഈ മാസം അതിന് തെരഞ്ഞെടുക്കാനുള്ള മാസമല്ല. ഈ മാസം നമ്മുടെ പെണ്ണുങ്ങള്, നമ്മുടെ സഹോദരിമാര് അടുക്കളയിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ട സമയമല്ല. അവർക്കും എടുക്കണം ഇബാദത്തുകൾ, അവർക്കും വേണം ഖുർആനോദനം, അവർക്കും റബ്ബിനോട് ദുആ ചെയ്യണം. അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത്യാവശ്യത്തിനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതി. നമ്മുടെ ആരോഗ്യത്തിനും നല്ലത് അതാണ്. അവർക്കും സമയം കിട്ടും, നമുക്കും സമയം കിട്ടും. അവർക്ക് സമയം കിട്ടാൻ വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മൾ പറയണം, വീട്ടിൽ ഇനി കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണ്ട. കരിച്ചതും പൊരിച്ചതും ഒരു 100 വിഭവങ്ങൾ. നോമ്പറക്കാൻ നമ്മളാണ് ചെന്ന് ടേബിളിൽ പെണ്ണുങ്ങള് കുറെ കരിച്ചത്, അതങ്ങനെ പഴം കൊണ്ട് ഇങ്ങനെ ആക്കിയത്, അതിങ്ങനെ ആക്കിയതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കണ്ണും മോറൊക്കെയാണ് ചോക്കും. എന്നിട്ട് പെണ്ണുങ്ങളോട് ചീത്ത പറയാം. അപ്പൊ പെണ്ണുങ്ങൾ ഇത് പേടിച്ചിട്ട് പിറ്റേന്ന് ളുഹറായാൽ തന്നെ ഒരുങ്ങും സാധു. അടുക്കളയിൽ കയറി ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയാണ്. ആ ജ്യൂസ് അങ്ങനെ, ഇതിങ്ങനെ, ഇത് തരിക്കഞ്ഞി ഇങ്ങനെ, മറ്റേതിങ്ങനെ പൊക്കവട, മറ്റേ പരിപ്പ് വട, മറ്റേ ഉണ്ട, ബോണ്ട, പിന്നെ തരിപ്പോള, ഇങ്ങനെ കുറെ ഉണ്ടാക്കുക. ഇതിങ്ങനെ റെഡിയാക്കുക. ഇവരിതിനു വേണ്ടി ഇങ്ങനെയുള്ളതാ? സഹോദരിമാരാലോചിക്കണം, നിങ്ങളതിന് തയ്യാറാവരുത്. അത്യാവശ്യത്തിനുള്ളത് ഉണ്ടാക്കുക. അത് ഉണ്ടാക്കുന്ന സമയം നിങ്ങൾക്ക് നഷ്ടാന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതും കൂടിയും പറഞ്ഞുതരാം. ആ സമയവും നിങ്ങൾക്ക് നഷ്ടല്ല. നിങ്ങള് ഈ ധൂർത്തുകളും ആർഭാടങ്ങളും ഒന്നുമില്ലാതെ അനിവാര്യമായ ഘട്ടത്തിൽ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നോമ്പ് തുറക്കാവശ്യമായ ഭക്ഷണങ്ങൾ ഒരുക്കാൻ വേണ്ടി നിങ്ങൾ അടുക്കളയിൽ ചെലവഴിക്കുന്ന സമയം നിങ്ങൾക്ക് നഷ്ടമല്ല. ആ സമയം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു നിയ്യത്തുണ്ടാവണം. നമ്മളെ മനസ്സിലൊരു നിയ്യത്തുണ്ടാവണം. എന്താ അറിയോ? ഇത് നോമ്പുകാരനായ എന്റെ ഉപ്പ, നോമ്പുകാരിയായ എന്റെ ഉമ്മ, നോമ്പുകാരനായ എന്റെ ഭർത്താവ്, നോമ്പുള്ള എന്റെ മക്കള്, എന്റെ കുട്ടികള്, അവർക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന എന്റെ ഒരു ഹക്കാണ്, ഞാൻ ചെയ്യേണ്ട ഒരു കടമയാണ്. അള്ളാന്റെ അടുക്കൽ എനിക്ക് ഇതിന് കൂലി കിട്ടും എന്ന് വിചാരിച്ച് അടുക്കളയിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന, ചെലവഴിക്കുന്ന സമയം നഷ്ടാവൂല. അള്ളാഹുവിന്റെ അടുക്കൽ നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കാൻ ആവശ്യമായ വിഭവങ്ങളാണ് നിങ്ങൾ ഒരുക്കുന്നത്. അതിന് നിങ്ങൾക്ക് കൂലിയുണ്ട്. എന്നാ പിന്നെ സുബഹിക്ക് ഞാൻ തുടങ്ങിക്കോട്ടെ, അത് വേണ്ട. കാരണം എന്താ? ഇത് അനിവാര്യമായത് ഉണ്ടാക്കിക്കോ. മറ്റു പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാൻ കഴിയുന്നതൊക്കെ ഉണ്ടാക്കിക്കോ. മറ്റു പരീക്ഷണങ്ങൾക്ക് ഈ റമദാൻ ഇടയാക്കണ്ട. അതിന് മറ്റു കാലങ്ങൾ നോക്കിയാൽ മതി. കാരണം നമുക്ക് സമയം വളരെ വിലപ്പെട്ടതാണ്. സമയം വളരെ വിലപ്പെട്ടതാണ്. ആ സമയങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താനും ഇനി സാധിക്കും. എങ്ങനെ? അടുക്കളയിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മുടെ സമയങ്ങൾ നമുക്ക് ദിക്റുകൾ ചൊല്ലാമല്ലോ, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാമല്ലോ. അടുക്കളയിലേക്ക് ഒരു സ്പീക്കർ എങ്ങനെയെങ്കിലും സംവിധാനിച്ച് വെച്ചാൽ എന്തെല്ലാം സംവിധാനമുണ്ട്. 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും നല്ല മീഡിയയായ റേഡിയോയായ പീസ് റേഡിയോ 24 മണിക്കൂറും നമ്മുടെ പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും കേൾക്കാം. ചോദ്യോത്തരങ്ങൾ വരുന്നുണ്ട്,
ഇസ്ലാമികമായ കർമ്മശാസ്ത്ര പാഠങ്ങൾ വരുന്നുണ്ട്, അഖീദ പഠിപ്പിക്കുന്നുണ്ട്, സ്വഭാവ മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട്, സ്നേഹക്കൂട്, കുടുംബജീവിതത്തിൽ എങ്ങനെയൊക്കെ ഭാര്യാഭർത്താക്കൾ ജീവിക്കണം, മക്കളെ എങ്ങനെ പരിപാലിക്കണം, എന്തൊക്കെ സംവിധാനങ്ങൾ ചെയ്യണം, എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന പഠന സംരംഭമാണ് പീസ് റേഡിയോയിലൂടെ 24 മണിക്കൂറും സംപ്രേഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഐഫോൺ ആണെങ്കിലും ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും ഒക്കെ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വീട്ടിൽ സൗകര്യം ഏർപ്പെടുത്തിയ എല്ലാ പെണ്ണുങ്ങളെ കയ്യിലും ഉണ്ട്, സ്മാർട്ട് ഫോൺ ഉണ്ട്. അവർ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വീട്ടിലൊരു ചെറിയ സ്പീക്കറും കിച്ചണിലേക്കാണ് വെച്ച് അതിലേക്കാണ് കണക്ട് ചെയ്ത് കൊടുത്ത അടുക്കളയിലെ പണി അവിടെ ഇങ്ങനെ നടക്കുകയും ചെയ്യും, കാത് ഇങ്ങോട്ടും കൊടുക്കാം. സൽക്കർമ്മല്ലേ? റമദാനിൽ കൂടുതൽ ഉപകാരപ്രദല്ലേ? നമ്മുടെ സമയങ്ങൾ വെറുതെ പോവോ? നമുക്ക് പരലോകത്ത് പുണ്യം കിട്ടൂലേ? നല്ല നല്ല കാര്യങ്ങൾ കേട്ടൂടെ? അതേ അവസരത്തിൽ മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് പോയാൽ നമ്മുടെ കാതിന് നോമ്പുണ്ടോ? നമ്മുടെ കണ്ണിന് നോമ്പുണ്ടോ? കണ്ണിനും കാതിനും നാവിനും ഒക്കെ നോമ്പുണ്ട്. ആമാശയത്തിലേക്ക് വെള്ളവും ഭക്ഷണവും മാത്രം ഇറക്കാതായാ പോരാ. കണ്ണുകൊണ്ട് അരുതാത്തത് കാണരുത്, കാതുകൊണ്ട് അരുതാത്തത് കേൾക്കരുത്, നാവുകൊണ്ട് അരുതാത്തത് പറഞ്ഞു പോകരുത്. അങ്ങനെ നമ്മുടെ സമയം ഉപയോഗപ്പെടുത്തി നോക്കിയേ, ആ സമയം നമുക്ക് മഹ്ശറിൽ വലിയ പ്രയോജനമായിട്ട് മാറും, ഒരു സംശയമില്ല. നമ്മുടെ നന്മയുടെ റെക്കോർഡിൽ അതിങ്ങനെ മലക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇനി അത് കേട്ട് കഴിഞ്ഞു, കുറെ കേട്ട് മൂടില്ലേ, നിങ്ങൾക്ക് അത് കേട്ട് ഓഫാക്കുകയാണോ? എന്നാ പിന്നെ നിങ്ങൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിക്കൂടെ? ദിക്റുകൾ ചൊല്ലിക്കൂടെ? ഇനി റമദാൻ കാലത്ത് മെൻസസ് പീരീഡിലാണോ അല്ലെങ്കിൽ പ്രസവിച്ചു കിടക്കണോ, എന്നാലും നിരാശൊന്നും വേണ്ട. ഇന്ന് നോമ്പ് എടുക്കാൻ പറ്റാത്തുള്ളൂ, നിസ്കാരെ നിർവഹിക്കാൻ പറ്റാത്തുള്ളൂ, നിങ്ങൾക്കറിയാവുന്ന ദിക്റുകള് ദുആകള് ഒക്കെ നിർവഹിച്ചുകൊണ്ട് പുണ്യം നേടിക്കൂടെ? അപ്പൊ സമയം സഹോദരങ്ങളെ വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എന്ത് വില കൊടുത്തും ആ സമയം നേരെ ഉപയോഗപ്പെടുത്താൻ നോക്കും. നഷ്ടപ്പെടുന്നതിൽ നമുക്ക് വലിയ സങ്കടം ഉണ്ടാകും. അതേ അവസരത്തിൽ അതിന് വില മനസ്സിലാക്കാതെ ആയാൽ അത് നഷ്ടപ്പെട്ടാൽ നമുക്കൊരു സങ്കടം ഉണ്ടാവില്ല, അത് കിട്ടാതിരുന്നാൽ ഒരു വിഷമമില്ല, അത് തിന്മകളിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യും. അതുണ്ടാകാൻ പാടില്ല.